വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ. ഒരു മുസ്ലിമിന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് 5 നേരത്തെ നിസ്കാരം. ഇസ്ലാമിൽ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള നിസ്കാരം പല കാരണങ്ങൾ കൊണ്ടും നിസ്സാര കാര്യം കൊണ്ടും ഒഴിവാക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ട്. നിസ്കരിക്കാനും ഖുർആൻ ഓതാനും അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലാനുമെല്ലാം നല്ല താല്പര്യം ആയിരിക്കും. പക്ഷേ മടി കാരണം, പിശാചിൻ്റെ ഇടപെടൽ കാരണം കുറച്ച് കഴിഞ്ഞ് നിസ്കരിക്കാം, പിന്നെയാവാം, നാളെ തൊട്ട് തുടങ്ങാം എന്ന് പറഞ്ഞ് അത് നീട്ടി കൊണ്ടുപോയി നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണ് പലരും. ഇസ്ലാമിക് ജേണൽ എന്ന വീഡിയോക്ക് വന്ന ഒരു സഹോദരിയുടെ കമൻ്റാണ് എന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നമ്മളിൽ പലരും ഉണ്ടാവും, എനിക്ക് മാറണം, എനിക്ക് അല്ലാഹുവുമായി കൂടുതൽ അടുക്കണം, 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന കുറച്ച് സൂറത്തുകളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ സൂറത്തുകൾ ഓതിയാൽ നിങ്ങളുടെ എല്ലാ മടിയും മാറുന്നതാണ്. ഈ സൂറത്തുകൾ പറയുന്നതിന് മുമ്പ് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടമാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം സർവശക്തനായ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. രണ്ടാമത്തെ നേട്ടമാണ് ഖബർ ശിക്ഷ ഒഴിവാകുന്നതാണ്. മൂന്നാമത്തെ നേട്ടമാണ് വലത് കൈയിൽ കിതാബ് ലഭിക്കുന്നതാണ്. നാലാമത്തെ നേട്ടം സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടക്കും. അഞ്ചാമത്തെ നേട്ടം വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ആറാമത്തെ നേട്ടം നമ്മുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് നൽകുന്നതാണ്. ഏഴാമത്തെ നേട്ടം ദുആ സ്വീകരിക്കപ്പെടും. എട്ടാമത്തെ നേട്ടം എല്ലാ കാര്യത്തിലും വിജയം നൽകും. ഇനി നിസ്കാരം ഉപേക്ഷിക്കുന്നവരും നിസ്കാരത്തെ നിസ്സാരമായി കാണുന്നവർക്കും ലഭിക്കുന്ന ദുനിയാവിലെ ശിക്ഷകളെക്കുറിച്ച് പറയാം. 1. അവരുടെ ആയുസ്സിൽ നിന്നും ബർക്കത്തിനെ അല്ലാഹു ഉയർത്തപ്പെടും. 2. മുഅ്മിനിൻ്റെ അടയാളത്തെ അയാളുടെ മുഖത്ത് നിന്ന് മായ്ക്കപ്പെടും. 3. അവൻ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്കുള്ള പ്രതിഫലം ലഭിക്കില്ല. 4. ദുആ ആകാശത്തേക്ക് ഉയരില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് എന്നും ദുആ ചെയ്യും, പക്ഷേ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് വിഷമിക്കുന്നവർ അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക. അവർ നിസ്കാരം നിലനിർത്തുന്നുണ്ടോ? എല്ലാ വഖത്തും കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ? നിസ്കാരത്തെ വെറുതെ ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത് എന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നിസ്കാരം ഉപേക്ഷിച്ചാൽ അല്ലാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കില്ല. 5. മറ്റുള്ള സ്വാലിഹീങ്ങളുടെ ദുആകളിൽ നിസ്കരിക്കാത്തവർ ഉൾപ്പെടില്ല. 6. അവരുടെ ഭക്ഷണത്തിലെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയുന്നതാണ്. 7. നിസ്കരിക്കാതിരുന്നാൽ തെറ്റിലേക്ക് പോവാനുള്ള സാധ്യത കൂടും. നിസ്കരിക്കാത്തവർക്ക് മരണസമയത്ത് ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ച് പറയാം. 1. അവൻ നിന്ദ്യനായി മരണപ്പെടുന്നതാണ്. 2. വിശന്നവനായി മരണപ്പെടും. 3. ദാഹിക്കുന്നവനായി മരണപ്പെടും. വളരെ പ്രയാസത്തിലായിരിക്കും അവർ മരണപ്പെടുക. ഖബറിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷകളിൽ പെട്ടതാണ് അവരുടെ 2 വാരിയെല്ലുകൾ കോർക്കപ്പെടുന്നതുവരെ ഖബർ എടുക്കുന്നതാണ്. ഖബറിൽ തീ കത്തിക്കപ്പെടും. നിസ്കരിക്കാത്തവൻ മഹ്ശറയിൽ എത്തിയാൽ റബ്ബിൻ്റെ കോപവും ദേഷ്യവും അവർക്കുണ്ടാവും. കഠിന വിചാരണയാണ് അവർക്കുണ്ടാവുക. പിന്നെ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിസ്കാരം എന്നുള്ളത് വളരെ ഗൗരവം ഏറിയിട്ടുള്ള ഒരു വിഷയമാണ്. ഒരിക്കലും നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. നിസ്കാരത്തെ വെറുതെ ഉപേക്ഷിക്കുന്നതും വളരെയധികം ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. കൃത്യമായിട്ട് നിസ്കരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇനി നിസ്കാരം നിലനിർത്താൻ സഹായിക്കുന്ന ചില സൂറത്തുകളെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ നഹൽ. ഈ സൂറത്തിനെ എല്ലാ ദിവസവും 7 തവണ ഓതുന്നത് പതിവാക്കുക.
കൃത്യമായി നിസ്കരിക്കാനും സമയത്തിന് ഖളാ ആവാതെ നിസ്കരിക്കാനും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. രണ്ടാമത്തെ സൂറത്താണ് എല്ലാ ഫർള് നിസ്കാര ശേഷവും നിസ്കാരത്തിന് ശേഷവുമുള്ള ദിക്റുകളും ദുആകളും കഴിഞ്ഞ ശേഷം അലം നശ്റഹ് സൂറത്ത് 3 തവണ ഓതുന്നത് പതിവാക്കുക. മൂന്നാമത്തേത് എല്ലാ നിസ്കാര ശേഷവും 17 തവണ ആയത്തുൽ കുർസി ഓതുന്നത് നിസ്കാരം നിലനിർത്താൻ നമ്മെ സഹായിക്കുന്നതാണ്. 17 തവണ ആയത്തുൽ കുർസി ഓതുന്നത് 17 ദിവസം തുടർച്ചയായി ചെയ്യണം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ വേണ്ടിയും ഈമാനോടെ മരിക്കാനും എല്ലാം അള്ളാഹുവിനോട് എല്ലാ ദിവസവും ദുആ ചെയ്യുക. കൃത്യമായി സമയത്തിന് നിസ്കരിക്കാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർക്കെല്ലാം നിസ്കരിക്കാൻ മടിയുണ്ടെങ്കിൽ അതെല്ലാം മാറി നിസ്കാരം നിലനിർത്താൻ അവരെയും അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.